നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനിയായ ഒരാൾക്ക് പട്ടികജാതി സമുദായ പദവി നൽകുന്നത് ഭരണഘടനയെ വഞ്ചിക്കുന്നതാണെന്ന് മദ്രാസ് ഹൈക്കോടതി. പട്ടികജാതി സംവരണ സ്ഥാനത്തേക്ക് വ്യാജമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരൂർ പഞ്ചായത്തിലെ വനിതാ ചെയർപേഴ്സണെ അയോഗ്യയാക്കിയ വിധിയിലാണ് കോടതിയുടെ നിരീക്ഷണം. 2022 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പട്ടികജാതി സംവരണമുള്ള 8ാം വാർഡിൽ നിന്ന് മത്സരിച്ച AIDMKയുടെ വി അമുദ റാണി തിരൂർ ടൗൺ പഞ്ചായത്ത് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പട്ടികജാതിക്കാരനായ വി ഇയ്യപ്പൻ എന്നയാൾ 2023 സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് അവകാശപ്പെട്ട് അമുദ റാണിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അവർ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ആദ്യം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിലും 2005 അവർ വിവാഹ സമയത്ത് ക്രിസ്തുമതം സ്വീകരിച്ചു, ഇയ്യപ്പൻ പറഞ്ഞു. ഹിന്ദു, സിഖ്, ബുദ്ധമതം എന്നിവയല്ലാതെ മറ്റേതെങ്കിലും മതത്തിലേക്ക് ഒരാൾ മതം മാറിയാൽ പട്ടികജാതി സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇയ്യപ്പൻ കോടതിയിൽ ഹർജി നൽകി. 1872 ഇന്ത്യൻ ക്രിസ്ത്യൻ വിവാഹ നിയമമനുസരിച്ച് മതം മാറിയതിനും വിവാഹം കഴിഞ്ഞതിനു ശേഷം അവർക്ക് സ്വയം ഒരു ഹിന്ദുവായി അവകാശപ്പെടാൻ കഴിയില്ല എന്ന് ഹർജി അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് എൽ വിക്ടോറിയ ഗൗരി നിരീക്ഷിച്ചു. സ്വമേധയാ ക്രിസ്തുമതം സ്വീകരിച്ച അവർക്ക് പൊതുജോലിക്ക് വേണ്ടിയും പട്ടികജാതിക്കാരിയാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല എന്നും കോടതി നിരീക്ഷിച്ചു. 2 വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള വിവാഹങ്ങളിൽ ഒരു വ്യക്തിയുടെ സാമൂഹിക മതപരമായ ഐഡന്റിറ്റി നിലനിർത്തുന്നതിന് സ്വീകരിക്കാവുന്ന ഏകമാർഗം 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാവുക എന്നതാണ്. മതം കൊണ്ട് ക്രിസ്ത്യാനിയായ അമുദ റാണിക്ക് പട്ടികജാതി സമുദായ പദവി നൽകിയത് ഭരണഘടനയോടുള്ള വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കാൻ അധികാരികളോട് നിർദ്ദേശിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞു.